എനിക്ക് എപ്പോഴും വരുന്ന കുറച്ച് മെസ്സേജസ് ആണ്, ഞാൻ ബെഡ് സൈഡ് നേഴ്സ് ആണ്, എനിക്ക് പ്രോഗ്രസ് ചെയ്യണമെന്നുണ്ട്, എനിക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റിയ ഒരു സ്പെഷ്യാലിറ്റി പറഞ്ഞുതരും, അതേപോലെ തന്നെ ഏത് കോഴ്സ് ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പൊതുവെ ഭയങ്കര കോംപ്ലിക്കേറ്റിംഗ് ആണ്. കാരണം നമുക്ക് ഒരുപാട് നോൺ ക്ലിനിക്കൽ റോളുകൾ ഉണ്ടല്ലേ, അല്ലെങ്കിൽ ബെഡ് സൈഡ് നഴ്സിംഗ് വിട്ടിട്ടുള്ള ഒരുപാട് റോളുകളുണ്ട്. പക്ഷേ അത് എല്ലാ റോളും എല്ലാവർക്കും സൂട്ട് ആവണമെന്നില്ല. അപ്പോൾ ഒരു എഡ്യൂക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. അതേപോലെ ഒരു നഴ്സ് മാനേജർ ആയിട്ടോ ക്വാളിറ്റിയിലൊക്കെ വർക്ക് ചെയ്യാൻ അത് എല്ലാവർക്കും ആപ്റ്റ് ആവണമെന്നില്ല ഈ റോളുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഏരിയയിലേക്ക് പ്രോഗ്രസ് ചെയ്യേണ്ടതെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് കോഴ്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഏതെങ്കിലും ഒരു സിംഗിൾ കോഴ്സ് ചെയ്തതുകൊണ്ട് നാളെ പോയിട്ട് എനിക്ക് അങ്ങനെയുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് നഴ്സ് ആവാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നിങ്ങൾ ഏത് ഏരിയയിലേക്ക് പ്രോഗ്രസ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. എന്നിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കോഴ്സസും സെമിനാർസും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ നല്ലൊരു CV ബിൽഡ് ചെയ്യുക, ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക. എന്നിട്ട് ആ ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള വേക്കൻസീസ് വരുമ്പോഴേക്കും അതിന് അപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് നമ്മളൊരു സ്പെഷ്യലിസ്റ്റ് ഏരിയയിലേക്ക് മൂവ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഏരിയ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. അത് വേറൊരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഇഷ്ടത്തിലുള്ള ഏരിയ ആയിരിക്കും അയാൾ സജസ്റ്റ് ചെയ്ത് തരുന്നുണ്ടായിരിക്കും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് സൂട്ട് ആവണമെന്നില്ല അല്ലേ. അപ്പോൾ ആ ഒരു റോൾ എടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ അതിൽ കറക്റ്റായിട്ട് ഫിറ്റിംഗ് ചെയ്യാൻ പറ്റണമെന്നില്ല. പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനുശേഷം അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സസ് വേണമെങ്കിൽ വീഡിയോയിൽ നിന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും.